ഹായ്, ഞാൻ ഡോക്ടർ പ്രീതി, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭകാലത്ത് ഫോളിക് ആസിഡ് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് നമ്മൾ ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഇത് കഴിക്കണോ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിറ്റാമിനാണ്. വൈറ്റമിൻ B9 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നോർമലി മനുഷ്യ ശരീരത്തിലെ കോശമർമ്മങ്ങളുടെ ഫോർമേഷനും കോശവിഘടനത്തിനും ചുവന്ന രക്താണുക്കളുടെ മെച്ചുറേഷൻ എന്നിവയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ്. എന്നാൽ പ്രഗ്നൻസിയിൽ കുട്ടിയുടെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഫോളിക് ആസിഡിനുള്ളത്. അപ്പോൾ നമ്മുടെ ഗർഭത്തിൻ്റെ ആരംഭകാലത്ത് കുട്ടിയുടെ ഭ്രൂണ വളർച്ച സമയത്ത് നടക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തലച്ചോറും സ്പൈനൽ കോഡും ഉണ്ടായി വരുന്ന ഒരു പ്രക്രിയയാണ്. ഈ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ വേണ്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള വിറ്റാമിനാണ് ഫോളിക് ആസിഡ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഫോളിക് ആസിഡിൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുമ്പോൾ, അത് ഡെഫിഷ്യൻ്റ് ആയിരിക്കുമ്പോൾ കുട്ടികളുടെ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന കുറച്ച് അംഗവൈകല്യങ്ങൾ, അതായത് സ്പൈന ബൈഫിഡ, അനൻസെഫാലി, എൻകെഫലോസിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കൂട്ടം അംഗവൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കുക 3-ാം മാസം, അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയിൽ നമ്മൾ എടുക്കുന്ന NT സ്കാൻ എന്ന് പറയുന്ന അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇത്തരം അംഗവൈകല്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ വളർച്ചക്കുറവും തൂക്കക്കുറവും കുട്ടികളുടെ വിളർച്ചകൾ തടയാനും എല്ലാം വേണ്ടിയാണ് നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കാൻ പറയുന്നത്. യൂഷ്വലി നമ്മൾ പറയുന്നത് ഒരു സ്ത്രീ ഗർഭത്തിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ 1-2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങുക. അത് തുടർച്ചയായി പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളിക് ആസിഡ് എടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കൂടാതെ ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. മെയിനായിട്ട് നമുക്ക് ചീര, ബ്രൊക്കോളി, തക്കാളി, പിന്നെ പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, ലിവർ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും ഫോളിക് ആസിഡ് റിച്ച് ആണ്. ഇത്തരം ഫുഡുകൾ കഴിച്ചും ഫോളിക് ആസിഡ് ടാബ്ലറ്റ് നമ്മൾ എടുക്കുന്ന വഴി ഗർഭം അലസി പോവാതിരിക്കാനും കുട്ടികളിലെ ഇത്തരം അംഗവൈകല്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. താങ്ക് യു.